അപ്പോൾ നമ്മൾ RCCന്ന് സന്തോഷേട്ടൻ പോയി വന്നു. അമ്മേന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമുക്ക് പറ്റിയില്ല. നമ്മളെ അപ്പുട്ടേട്ടൻ മൂത്തളിയനും അതേപോലെ സന്തോഷേട്ടനെ പോയെന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അമ്മേനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പറഞ്ഞു. റിസൾട്ട് അവിടെ കാണിച്ചു കൊടുത്താൽ മതി, അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാ പറഞ്ഞു. അപ്പൊ ഡോക്ടറെ കാണുന്നതിന് ഒരുപാട് സമയമായി. 7 മണിക്കാണ് കയറിയിട്ട് 3 മണിക്കൊക്കെയാണ് കാണുന്നത്. പിന്നെ വെച്ചാൽ അതിന് സമയത്ത് നമ്മൾ റിസൾട്ട് കാണിക്കേണ്ടവർക്ക് കുറച്ച് വൈകും ചെയ്യും. അവിടെ റേഡിയേഷൻ കീമോ നടക്കുന്ന കാരണം അതൊക്കെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ നോക്കുള്ളൂ. ഇതിനായിട്ടുള്ള ഹോസ്പിറ്റലല്ലേ, അപ്പൊ നല്ല തിരക്കാണ്. ഡോക്ടർ ഡേറ്റ് ഒക്കെ മാറി, ചൊവ്വാഴ്ച അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ അല്ല കുറെ ഡോക്ടർമാരുണ്ട്. എല്ലാ ഒപ്പിലും ഭയങ്കര തിരക്കാണ്. എല്ലാതും ഇതിനുള്ളത് തന്നെയാണ് പറഞ്ഞിട്ട് അല്ല. അമ്മേനെ നോക്കുന്ന ഡോക്ടർക്ക് ഇപ്പൊ OP ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് ദിവസം. അതാണ് 7 മണിക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് 3 മണിക്കാണ് ഡോക്ടറെ കാണുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടിയാണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. ഞാനിട്ടേക്കല്ല പറയണേ, എല്ലാവരോടുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാതെ നിൽക്കുകയാണ്. 3 മണി വരെ രാവിലെ ഒരു കട്ടൻ ചായ കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ 8 മണിക്ക് കിട്ടും. പക്ഷെ അപ്പം നമുക്ക് ഇവിടെ വരിക്കണ്ടേ, ഇവിടെ ചെല്ലുന്നവർക്ക് അറിയാട്ടോ. അപ്പം ഞാനത് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല അതിങ്ങനെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു അസുഖം ആർക്കും വരരുത്, അതിൻ്റെ റിസ്കുകളാട്ടോ ഞാൻ പറയണത്. ഇങ്ങനത്തെ അസുഖം നമ്മളെ കുടുംബക്കാർക്ക് അയൽവക്കാർക്ക് ആരും മനുഷ്യന് ഇത് വരരുത്. അപ്പം എല്ലാവരും ഇങ്ങനത്തെ അസുഖം ഒന്നും വരാതാക്കാൻ വേണ്ടിയിട്ട് നേരെ എല്ലാവരും പ്രാർത്ഥിക്കുക. വന്ന് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് രോഗീനെ കൊണ്ടുപോകാൻ ആളുണ്ടാവില്ല, ഒപ്പം നിൽക്കാൻ ആളുണ്ടാവില്ല, പല കാര്യം കൊണ്ടും. അവിടുത്തെ ഒരാൾക്കാരെ കാണുമ്പോഴേ അപ്പൊ ഞങ്ങളങ്ങനെ റിസൾട്ട് കാണിച്ച് അമ്മേനെ കൊണ്ട് ചെല്ലണ്ട പറഞ്ഞതായിരുന്നു. കാരണം അമ്മേന്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു. ചിരിക്കാനും കൂടി പറ്റാത്ത ആളെ എങ്ങനെ അവിടെ എത്തിക്കുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് കാണിച്ചിട്ടുള്ള തുടർന്ന് പിന്നെ നമുക്ക് ചിന്തിക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോയത്. അപ്പൊ നമ്മളെ യൂട്രസില് നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു മുഴ അമ്മയ്ക്കുണ്ട്. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല ഫസ്റ്റ് എന്നോട് പറഞ്ഞു ചെയ്യാൻ പറ്റും, ഞാൻ നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുക വെച്ചാൽ. അപ്പോൾ പറഞ്ഞാൽ നാട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ആക്കി തരുമോ വെച്ചാൽ. അപ്പോൾ പറഞ്ഞു നോക്കട്ടെ പറഞ്ഞിട്ടപ്പോൾ വേറെ സർജൻ ഡോക്ടർക്ക് ആയി. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ 3 മണിക്കാണത് ഡോക്ടർ പോണ സമയം വരെ. അപ്പോഴേക്കും ലാസ്റ്റ് നമ്മളത് കിട്ടിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്യാൻ പറ്റൂല, കീമോ ഒരു 6 കീമോ കൊടുക്കാറുണ്ട്. നമ്മളെ ഇപ്പൊ യൂട്രസിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് അമ്മയ്ക്ക് മുഴ വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് റേഡിയേഷൻ അമ്മയ്ക്ക് 25 റേഡിയേഷൻ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത സ്ഥലത്ത് തന്നെയാണ് വീണ്ടും അമ്മയ്ക്ക് മുഴ വന്നത് കേട്ടോ. അപ്പൊ അത് കാരണം റേഡിയേഷൻ ചെയ്യാൻ പറ്റൂല. 3 ബ്രാക്കി തെറാപ്പി, 11 കീമോ, അത്രയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാല് റേഡിയേഷൻ ചെയ്ത സ്ഥലത്ത് വരുമ്പോ അത് ഇനി ഒരിട്ട റേഡിയേഷൻ കൊടുത്തു, ഇനി റേഡിയേഷൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. സർജറി ചെയ്യാനും പറ്റൂല, അതിനും പറ്റാത്ത സ്ഥലത്താണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങോട്ട് തന്നെ ചെല്ലാൻ പറഞ്ഞു ഇതിന്, ഈ കീമോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്രയും യാത്ര ചെയ്യാൻ പറ്റൂല. അപ്പോ കോഴിക്കോട്ടേക്ക് ഇന്നാ നമ്മള് നോക്കിയ ഡോക്ടറെടുത്തേക്ക് എഴുതി തരാറുണ്ട്. ഞങ്ങൾ മുന്നേ പോയ ഡോക്ടർ ഉണ്ടായിരുന്നു കോഴിക്കോട് കേട്ടോ. അത് പറഞ്ഞതിന്റെ വീഡിയോയില് അത് അങ്ങോട്ട് തന്നെ എഴുതി തന്നു. എന്താ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അല്ലേ. അപ്പോൾ അടുത്ത് തന്നെ അപ്പം പറഞ്ഞു ഒരു മരുന്ന് കുടിച്ച സീറ്റൊക്കെ ഉണ്ട്, അത് കാട്ടി കൊടുത്തു ഇടവണ്ണയ്ക്ക്. അപ്പം അവിടെ കാണിച്ചു കൊടുത്തു. അപ്പം അങ്ങോട്ട് കീമോ ചെയ്യാൻ നമുക്ക് എഴുത്തൊക്കെ തന്നു. അതിൻ്റെ നമുക്ക് എല്ലാ ഫുൾ ഡീറ്റെയിൽസും നമ്മളവിടുന്ന് മേടിച്ചിട്ടില്ല. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ അവിടുത്തെ ഫയലും കാര്യമൊക്കെ കുറേ എടുക്കാണ്ട്. നമുക്ക് ഫോട്ടോസാർ എടുത്താൽ അതിൽ ഇവിടെ ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല. അപ്പത്തിന് അവിടെ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവിടെ കൗണ്ടർ ക്ലോസ് ആയി. ഈ റിസൾട്ട് നമ്മളത് വഴുകൊണ്ടേ അപ്പോൾ എടുക്കാൻ പറ്റാതെ ഇനി ഒരു ദിവസം പോയി എടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ഇടവണ്ണയ്ക്ക് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇടവണ്ണയിൽ കീമോ ചെയ്യണം, 6 കീമോ ചെയ്യണം. അപ്പൊ അവിടെ ചെന്നപ്പോ കീമോന്റെ വരുന്നില്ല. അപ്പൊ അതുണ്ടെങ്കിൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ഈ RCCക്ക് പോലും ഫുള്ള് ഫ്രീ ആണ്. കീമോ റേഡിയേഷൻ കേട്ടോ, ബാക്കിയൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. നമ്മൾ സാധാ RCCയിൽ പൈസ വേണ്ട പറഞ്ഞിട്ട് ആരും നിന്നിട്ട് നല്ല പൈസ തരും. അപ്പൊ ഇവിടെ നോക്കുമ്പോ കീമോന്റെ മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ്. ഇവിടെ എവിടെയില്ല, നിലമ്പൂര് കോഴിക്കോട് ഒന്നും അമ്മയ്ക്കുള്ള കീമോന്റെ മരുന്നില്ല. അമ്മയ്ക്കെന്നല്ല, നാല് ആൾ വന്നില്ല, പുറത്തുനിന്ന് വാങ്ങിയാണ്. ലാസ്റ്റ് ഇപ്പൊ പെരിന്തൽമണ്ണയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടൂര് തന്നെ ഹോസ്പിറ്റലിലെ സംഭവം എത്തിച്ചു തരുന്നുണ്ട് അവര്. അവിടെ പോയിട്ട് വാങ്ങണം. പിന്നെ ഇന്നലെ വന്നപ്പോ തന്നെ പല്ലും മോറൊക്കെ തേച്ച് ഒന്ന് കുളിച്ച് പോയാണ്ട് അമ്മയ്ക്ക് ഒരു നെഞ്ഞിനൊരു CT സ്കാൻ എടുക്കാണ്ട് ഇടവണ്ണനെ പോയി. ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തത് ഇടവണ്ണയ്ക്ക് തന്നത് കാണിക്കാൻ ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് അമ്മയ്ക്ക് നെഞ്ഞിന് CT സ്കാൻ ചെയ്തില്ലേ മുന്നേ, അതിന്റെ തന്നെ വേറൊരു ഇത് നെഞ്ഞിന് ചെയ്യാണ്ടായിരുന്നു. കാരണം അവിടെയൊക്കെ പടർന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അതിന് പോയിട്ട് ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോ
പിന്നെ വന്നിട്ട് വീണ്ടും സന്തോഷേട്ടനെയും കൊണ്ട് ഞാൻ മൂത്രക്കല്ലിന്റെ കാണിക്കാൻ ഞങ്ങൾ അങ്ങനെ പോയി. രാത്രി ആയിട്ട് എന്തിനു പറയും, രാത്രി ആയിട്ട് നമ്മള് വീട്ടിൽ വന്നപ്പോ അപ്പൊ 3 പിന്നെ ദിവസം നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറയാനേ, അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പൊ ഇനി നാളെ പോണമെന്നുണ്ട്. അപ്പൊ അതിനിപ്പോ അമ്മയ്ക്ക് ഇന്നലെ രാത്രി തൊട്ട് ഛർദിയൊക്കെ ഇളക്കി. അപ്പൊ സിന്ധിച്ചൊക്കെ പോയിട്ടോ. സിന്ധിച്ച് ഇന്നലെ സിന്ധേച്ചി രാത്രി പോയി. അപ്പൊ പോണൊന്നും കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാതെ നല്ല കണ്ടിട്ട് തന്നെ പോയത്. പിന്നെ അപ്പൊ സന്ധ്യേച്ചി ഇങ്ങോട്ട് വന്നു. സന്ധ്യേച്ചി ഇന്ന് രാവിലെ ഇവിടുന്ന് പണിക്ക് പോകാലോ എന്നുള്ള ഓർത്ത് വന്നതാ. പക്ഷെ അമ്മയ്ക്ക് പുലർച്ചെ അങ്ങോട്ട് ഛർദി തുടങ്ങി. ഇനി എന്തോ മരുന്ന് പറ്റായിട്ടാണോ, അമ്മയ്ക്ക് അങ്ങനെ ഒരു മരുന്നൊന്നും പറ്റൂല. ഞാൻ അതുകൊണ്ടല്ല ഇപ്പൊ ഛർദിയോട് ഛർദി. എന്നാ ഛർദിച്ച് അമ്മയ്ക്ക് ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് കണ്ണ് തുറക്കാൻ പറ്റാത്ത കിടത്തേന്ന്, ഒരേ ഒരു കിടത്തം, ഒന്നിനും പറ്റില്ല. എന്നിട്ട് പല്ല് തേക്കാനും കൂടി ആ റൂമിൽ തന്നെ ചെയ്തത്. ഒരു വിധത്തിന് അമ്മ റൂം അങ്ങനെ വൃത്തിയില്ലാതെയൊക്കെ അയക്കൂല, അമ്മ ചെയ്യൂല. അങ്ങനത്തെ ഒരു ഇതാണ്. ഇന്ന് അത്രയും പറ്റാത്തൊരു ഇതാണ്. പക്ഷെ ഇപ്പൊ ഈ ഉച്ചയ്ക്ക് ഇപ്പൊ സമയം 3 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കഞ്ഞി കുടിച്ചപ്പോ ഒന്നിങ്ങനെ കണ്ണൊക്കെ തുറന്നുണ്ട്. കണ്ണ് തുറക്കാൻ കണ്ണ് പറ്റും, കണ്ണ് ചിമ്മിയതാണ്. ചിമ്മിക്കുക, നമുക്ക് തുറക്കാൻ പറ്റില്ല, നടക്കാൻ വയ്ക്കില്ല, ഇരിക്കാൻ വയ്ക്കില്ല. അപ്പൊ ഇനി ഇങ്ങനത്തെ അവസ്ഥയില് അങ്ങനെ തന്നെ പോവാണെന്ന് വെക്കുമ്പോ നടക്കാൻ കീമോ മരുന്ന് കയറൂലല്ലോ അങ്ങനെ മരുന്ന് ക്ഷീണിച്ച. കരുന്ന് കയറാൻ ഓല് കയറ്റൂല. കേട്ടൂല. ക്ഷീണുണ്ടെങ്കിലും ചെറിയ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ കീമോ ചെയ്യൂല. എല്ലാം നോക്കട്ടെ, എല്ലാരെയും പ്രാർത്ഥന ഉണ്ട്, അറിയാം. പക്ഷെ ഞാൻ മരുന്ന് ഇനി ഇന്ന് കുടിക്കണില്ല. അത് കാരണം ഇനി ഇപ്പൊ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഏറെ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് ഒക്കെ ലെവലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. തെളിച്ചം വരുന്നുണ്ട് മുഖത്തിന്. അപ്പൊ ഇനി ഇല്ല കേട്ടല്ലോ. അപ്പൊ നാളെ ചെയ്യല് ഉറപ്പായിട്ടും ചെയ്യും. 6 കീമോണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് 3 ആഴ്ച കൂടുമ്പോ ഓരോന്ന്. അത് ഒന്ന് ഫസ്റ്റ് ചെയ്യാൻ പറ്റിയാല് കുറച്ച് വേദനയൊക്കെ കുറയും. പിന്നെ വേദനയുടെ മരുന്നും കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഒരു ദിവസം അങ്ങനെ 3 നേരം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേദനയ്ക്കൊക്കെ നല്ല ആശ്വാസമുണ്ട്. ഇപ്പൊ കീമോ ചെയ്താലുള്ള കാര്യമാണ്. അമ്മയ്ക്ക് അത് ഊർക്കണന്നെ ഏറെയാണ്. കീമോ എന്ന് പറയുമ്പോ തന്നെ പറയും തെറാപ്പി ഒക്കെ ആലോചിച്ചിട്ടേ അതൊക്കെ ബുദ്ധിമുട്ടി രാവിലെ ചെന്നാലും മയക്കും, എന്നിട്ട് രാത്രി ഇന്നലെ 5 പറയുന്നുണ്ട് ചെയ്താലും വേദന കുറഞ്ഞിട്ടല്ലോ. വേദന പറഞ്ഞിട്ട് അത് അമ്മ പറയുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ റേഡിയേഷൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിങ്ങനെ ചുങ്ങും കീമോ ചെയ്താല്. പിന്നെ അത് അവിടെ കരിച്ച് കളയണ്ട. പക്ഷെ കരിച്ച് കളയാൻ പറ്റൂല. അപ്പൊ ഇനി വേറെ എന്താ അറിയില്ല. നമുക്ക് ഇനി ഹോമിയോൻ്റെത് നമ്മുടെ വണ്ടൂരുണ്ടല്ലോ ഏറ്റവും വലുത് പേരിട്ടല്ലേ, ബീനു കൃഷ്ണൻ സെന്റർ. ചോദിച്ചത്. ആ ഡോക്ടർ പേര് ബീനു കൃഷ്ണൻ. പേര് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമുക്ക് അവിടെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ടും കാര്യമൊക്കെ ഇന്നിപ്പോ കുറച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്നലെ എടുത്ത സ്കാനിങ്ങിന്റെ CT സ്കാനിന്റെ റിപ്പോർട്ട് കിട്ടും. എല്ലാ അവയവങ്ങൾക്കും എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. കറക്റ്റ് ഇപ്പോഴേ അറിയുള്ളൂ. അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതും കൂടി കിട്ടിയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ഇത് നിൽക്കുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും കാത്തിക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ചെയ്യണത്. ഞാൻ ഇതിന്റെ റിസൾട്ട് നാളെ പറയണ്ട കേട്ടോ. ഇനിയിപ്പോ കീമോ ചെയ്താ പിന്നെ അടച്ചിട്ടിരിക്കല്ലേ. കീമോ ചെയ്ത് അടച്ചിട്ടിരിക്കണം. അതാണ്. അപ്പൊ ആരും വരാനും കാണാനൊന്നും പറ്റൂല. അത് ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മള് വീഡിയോയില് പറഞ്ഞാൽ എന്താ വെച്ചാ എല്ലാവർക്കും അറിയണ കാര്യമാണ് ഇങ്ങനത്തെ. നമുക്കൊരു മനുഷ്യനോട് വീട്ടിലേക്ക് വരണ്ടെന്ന് പറയാൻ പറ്റൂല. പിന്നെ ഇന്നൊരു ചേച്ചി വന്നേന്നു, ഞങ്ങളെ കുടുംബക്കാരെ ചേച്ചി. അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കീമോ ചെയ്താൽ കാണാൻ പറ്റൂല, അതിന്റെ മുന്നേ കാണാന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മളെ പാലമടത്തുള്ള ജീഷയും ഞങ്ങളെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ കീമോ ചെയ്താൽ കാണാനും പറ്റൂല, അതിന്റെ മുന്നേ വന്ന് കണ്ടു. നമുക്ക് അങ്ങനെ തുറന്ന് പറയാൻ പറ്റൂല. നമുക്ക് പിന്നെ എന്താ അറിയോ, നമുക്ക് നമ്മളെ കാര്യം നമ്മളെ കാര്യല്ലേ, നമ്മളെ ഒരു ജീവന് വേണ്ടി നമ്മള് ഇത്രയും റിസ്ക് എടുക്കാൻ റിസ്ക് എടുക്കാൻ. അപ്പൊ നമ്മളെ മക്കൾ ഇപ്പൊ ആരായാലും അമ്മയ്ക്ക് വേണ്ടിട്ട് റിസ്ക് എടുക്കൂലേ. അതല്ല പറയണത്. പിന്നെ കാണാൻ വരാന്ന് പറയുമ്പോ നമുക്ക് കാണാൻ അമ്മയും പറയുന്നുണ്ട്, കാണാൻ വരുന്നവരൊക്കെ കണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ കീമോ ചെയ്താല് അമ്മയ്ക്ക് എല്ലാവരും കാണുന്നതുകൊണ്ടാണ്. അമ്മയ്ക്ക് എല്ലാരും കാണുമാണ്. അപ്പൊ ഇനി എന്താ വെച്ചാല് കീമോ ചെയ്താൽ കുറെ ആൾക്കാരും കാണാൻ വരാൻ നിൽക്കുന്നുണ്ട്. നമ്മള് വിളിക്കലുണ്ട് കേട്ടോ. അപ്പൊ പറയപ്പോ ഇനി കീമോ കഴിഞ്ഞു, ഇനിയിപ്പോ ഒരു 3 മാസം കഴിയട്ടെ പറഞ്ഞ എത്ര കീമോ ഉണ്ട് അപ്പോഴത്തേന് തീരുള്ള കഴിഞ്ഞിട്ട് കാണാം. വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മളെ പാലമടത്തെ ജീഷ എന്നും കാണുന്നതാണ്. ഓളാണ് ഓളോളെ ആങ്ങളെയും കൂടി ഒന്ന് വരാന്നൊക്കെ ഓരൊക്കെ വരാൻ നിക്കണുണ്ട്. അപ്പൊ ഇനി കാണാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാണാനൊക്കെ പറ്റും. കീമോ ചെയ്താൽ കാണാൻ പറ്റായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് പോന്നപ്പോ വീഡിയോന്റെ ഫസ്റ്റ് പറയാൻ കരുതിയിട്ടത് ചേച്ചി ഇന്നലെ കാത്തിക്കുണ്ട്. ചേച്ചി ഏട്ടനെ കണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കലച്ച് രാവിലെ വീഡിയോ കോൾ ചെയ്ത് എത്തിയ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആള് പട്ടാളത്തിലാണ്, റിട്ടയർഡാണ്. അപ്പൊ നാട്ടിലെ കൃഷിയും കാര്യമൊക്കെ ആയിട്ട് പോണ്. പിന്നെ ചേച്ചി ഉണ്ട്. നമ്മളൊരു വീഡിയോ സ്ഥിരമായിട്ട് കാണാണ്. ഒരു കാര്യം മിസ്സാകുമല്ലോ. അപ്പൊ അപ്പുട്ടേട്ടനൊക്കെ എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ കാണിക്കുള്ളൂ നമ്മളെ വീഡിയോയില്. എന്നിട്ട് അതിന്റെ കാര്യം, അതിന്റെ പണി എത്ര ആൾക്കാർക്ക് അറിയാം. അപ്പുട്ടേട്ടനാണ് പണി, ഇതാണൊക്കെ ആളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. വളരെ
അല്ലേ എല്ലാ കാര്യം അറിയും. ഞാൻ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് പറയാൻ കേട്ടോ, അതിപ്പോ പറയാൻ മറന്നു. കാര്യം ഇതിങ്ങനെ പറഞ്ഞു പോയാല് വിട്ടതാണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ നമ്മൾ കുറെ ഞങ്ങളിപ്പോ അമ്മേനെ കാണിക്കാൻ കൊണ്ടുപോകണില്ല. അമ്മ അത്രയും ഇന്ന് കണ്ട എല്ലാവർക്കും എല്ലാരും ടെൻഷനോ. എനിക്ക് എല്ലാവർക്കും അമ്മേനെ കാണിച്ചു തരണം എന്നാണ് എനിക്കൊരു ആഗ്രഹം. കാരണം എന്നോട് ചോദിക്കണ കാര്യം കൊണ്ട് എനിക്ക് അത് മിസ്സാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയലുണ്ട്, എത്ര വയ്യെങ്കിലും എനിക്ക് കാണിച്ചു തരണ്ട്, ഒരു നോട്ടെങ്കിലും ഞാൻ അമ്മേനെ കാണിച്ചു തരണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അമ്മ ഇരിക്കുന്നിടത്ത് പോയിട്ട് വീഡിയോ എടുക്കലുണ്ട്. അല്ല ഇപ്പൊ ഈ കണ്ണ് തുറക്കാത്ത കണ്ണൂർ കിടക്കുമ്പോ നിങ്ങൾക്ക് തന്നെ ഇടങ്ങാറാവും. അപ്പൊ ഇനിയിപ്പോ വെറുതെ നമ്മളോട് തടിയൊക്കെ നമുക്ക് ശരീരമൊക്കെ ഇങ്ങനെ മെലിഞ്ഞ് വരുന്നുണ്ട്. പത്തോട്ടൊക്കെ കാണിച്ചു തരാത്തത് ഇപ്പൊ എല്ലാരോടും പറയാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു അസുഖാർക്കും വരില്ലേ. ഒന്നാമത് അത് കാണാനുള്ളത് ആരെ കൊണ്ടും കഴിയില്ല. അതിന്റെ റിസ്ക്കും പൈസ ഉണ്ടായാലും എന്തുണ്ടായാലും എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മുടെ നിന്ന് തീരും ഈ ഒരു അസുഖം ആൾക്കാർക്ക് വന്നാൽ. അപ്പം എന്നാൽ ഇനി നാളെ കാണാം കേട്ടോ. ഞാൻ റിസൾട്ടൊക്കെ ആയിട്ട് അതും കൂടി റിസൾട്ട് കിട്ടട്ടെ. ഞാൻ വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിയട്ടെ. എന്നിട്ട് ആ ഡോക്ടറോടെയും കാണിച്ചിട്ട് നാളെ ചിലപ്പോൾ വീഡിയോ കീമോക്ക് പോകണമെന്നുണ്ട് വീഡിയോ. അപ്പോൾ കേട്ടോ കീമോ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണ്ട്. ഇതേപോലെയാണെങ്കിൽ ചെയ്യൂല. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. അതേമാതിരി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റൂല. ഒന്നും കൂടി ഒന്ന് കണ്ണൊക്കെ തുറന്നൊന്ന്. ഇന്നലത്തെ വൈകുന്നേരത്തെ കണ്ടീഷൻ ആണെങ്കിൽ ഓക്കെയാണ്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഛർദിയൊക്കെ തുടങ്ങി ആകെ പ്രശ്നമായി ക്ഷീണിച്ചു. ഇവിടെയൊക്കെ ഓരോന്നും ഇങ്ങനെ പൊന്തിലൊക്കെ ഇതായി. അപ്പൊ അതൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെറുതല്ല വലുത് തന്നെയാണ്. വേഗം എങ്ങനെയും ചികിത്സ തുടങ്ങാൻ പറ്റട്ടെ. അപ്പൊ നാളെ കാണാം.